കാശി പാർട്ട് 9. നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ മിണ്ടാതെ നടക്കുന്നത്. ഇന്ന് അല്ലെങ്കിൽ നാളെ നീ എന്നെ വെറുക്കും. അപ്പോൾ ഞാൻ എങ്ങനെ നിന്നെ സ്നേഹിക്കും? സ്നേഹിക്കരുത് എന്ന് എത്ര വിചാരിച്ചോ അതിലും വേഗത്തിൽ നീ എൻ്റെ ഉള്ളിൽ കയറി. ഞാൻ ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധം പോലും എന്നിൽ നിന്നും ശരിക്കും മാഞ്ഞു പോകുന്നു പോലുമില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലും തെറ്റാണ് ശ്രീ. എങ്ങനെ ഇതെല്ലാം നിന്നോട് പറയുക? പക്ഷേ നിന്റെ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അതും ആലോചിച്ചു അവൻ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നു. അവൻ്റെ കൈകളും അവൻ ചുരുട്ടി പിടിച്ചിരുന്നു. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഈ കാശിയോട് ഏതവനും ഏറ്റുമുട്ടാൻ വന്നാലും എനിക്ക് പുല്ലാണ്. ഇതിന് ഒരു തീരുമാനം ഇന്ന് ഉണ്ടാക്കണം. എന്തെല്ലാമോ മനസ്സിൽ ഉറപ്പിച്ച അവൻ അവിടെ നിന്നും ഇറങ്ങി. ശ്രീ ഒന്നും മിണ്ടാതെ മുറിയിൽ ഓരോന്ന് ആലോചിച്ചിരിപ്പാണ്. കഴിഞ്ഞു പോയത് പലതും അവൾ വീണ്ടും ആലോചിച്ചെടുത്തു. കാശി എന്നോടെന്തോ മറച്ചിരുന്നു. ബട്ട് അതൊരിക്കൽ നിന്നോട് പറയാം എന്നും പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അതാവും ഈ ഗുണ്ടായിസം. പക്ഷെ ഇങ്ങനെ മാറുക എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം കാണില്ലേ? ഇല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹിച്ചു വഞ്ചിക്കാനാകുമോ? അന്ന് പറഞ്ഞ പോലെ വെറുമൊരു വെറ്റി വെച്ചതിൻ്റെ പേരിലാണെങ്കിൽ എന്തിനു വേണ്ടിയാ സ്വന്തം ജീവിതവും വേദനകളും എല്ലാം എൻ്റെ മുമ്പിൽ തുറന്നു. ഞാൻ പോലും അത്രയും സ്നേഹവും വിശ്വാസവും വന്നപ്പോയല്ലേ പറഞ്ഞ്. അപ്പോൾ അവൻ ഇനി എനിക്കാണോ തെറ്റുപറ്റിയേ? അവൾ അതും ആലോചിച്ചു. തലക്ക് കൈവച്ചു. അപ്പോഴാണ് അങ്ങോട്ട് ശരണ്യ വരുന്നത്. ഹാളിൽ എല്ലാവരുമുണ്ട്. നിന്നെയും വിളിക്കുന്നുണ്ട്. എന്തോ പ്രധാനപ്പെട്ട ചർച്ചയാണെന്ന് തോന്നുന്നു. നിന്നോട് എന്തോ പറയാനുണ്ട് കാശിയേട്ടന്. ശരണ്യ അവൾ അതും പറഞ്ഞു എണീറ്റു നടന്നു. ഇവൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഓരോ നിമിഷവും എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുവാണ്. ഇവളെ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റുന്ന തീരുമാനമാവണേ കാശിയേട്ടൻ എടുക്കുന്നത്. ശരണ്യാത്മ അതും മനസ്സിൽ വിചാരിച്ചു അവളുടെ കൂടെ നടന്നു. ശ്രീ ഹാളിൽ വരുമ്പോൾ കാശി കാലിൽ കാൽ കയറ്റി വെച്ച് ഇരിപ്പുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ അവനിൽ തന്നെയായിരുന്നു. അവളെ കണ്ടതും അവനൊന്നു നോക്കി മുഖം തിരിച്ചു. ഇപ്പോൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ശ്രദ്ധിച്ചു കേട്ടോളൂ എല്ലാവരും. നാളെ അമ്പലത്തിൽ വെച്ച് ഇവളെ ഞാൻ താലി കെട്ടാൻ പോകുകയാണ് കാശി. ശ്രീ ചൂണ്ടിക്കൊണ്ട് അത് പറഞ്ഞതും ശ്രീ നെട്ടിധരിച്ചു അവനെ നോക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. ബട്ട് ശരണ്യയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. എന്ത് താലി കെട്ടോ? അമ്മാവൻ എനിക്ക് വേണ്ടിയല്ല. ആ കാർത്തികെങ്ങാനും ഇവളെ തേടി ഇനി ഇവിടെ വരുമ്പോൾ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു താലി കെട്ട്. കാശി അതേ ഗൗരവത്തിൽ ആരെയും നോക്കാതെ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ഞെട്ടിൽ മാറി ശ്രീയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞിരുന്നു. അങ്ങനെ എന്നെ രക്ഷിക്കാനെന്ന പേരിൽ ആരും ഇവിടെ വലിയ ഉത്തരവാദിത്തം വഹിക്കേണ്ട. എന്നെ കേട്ടാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. നാളെ എൻ്റെ കഴുത്തിൽ ആരുടെയും താലിയും വീയാൻ പോകുന്നില്ല. അതിന് ശ്രീവിദ്യക്ക് സമ്മതവുമില്ല. ശ്രീ അവളും കയ്യും എല്ലാം കെട്ടി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞതും കാശി ദേഷ്യത്തിൽ എണീറ്റു. നീ എന്താടി നാടകം കളിക്കുവാണോ? കാശി അവൻ ദേഷ്യത്തിൽ അവളുടെ നേരെ നിന്നുകൊണ്ട് ചോദിച്ചു. ഞാനാണോ അത് നീയാണോ ഇവിടെ നാടകം കളിക്കുന്നത്? ആദ്യം അത് മനസ്സിലാക്ക്. ശ്രീ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ പറഞ്ഞതും അവൻ കൈകൾ ദേഷ്യം കൊണ്ട് ചുരുട്ടി പിടിച്ചു. ഈ ശ്രീവിദ്യ ഒരു പ്രാവശ്യം നിന്റെ വാക്കുകൾ വിശ്വസിച്ചു എന്ന് വിചാരിച്ചു. ഇനിയും അങ്ങനെയാവില്ല. ഓ നീ എന്താടി വിചാരിച്ചേ? നിന്നെ സ്നേഹിച്ചു ഞാനങ്ങ് കെട്ടുമെന്നോ? നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടാൻ തീരുമാനിച്ചെങ്കിൽ ആരുടെയും ഒരെതിർപ്പും വകവെക്കാതെ നിന്നെ ഞാൻ കെട്ടും കാശി. അവൻ ദേഷ്യത്തിൽ പറഞ്ഞത്. ഛേ, എങ്ങനെ കഴിയുന്നു ഇങ്ങനെ താരം താഴ്ന്ന് സംസാരിക്കാൻ? നീയും എൻ്റെ വീട്ടുകാരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ആ വീട്ടുകാരെ ഭയന്നു നിന്റെ ഭാര്യ ഞാൻ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു പോകുന്നതാ.
ശ്രീ ഒരു വെറുപ്പോടെ പറഞ്ഞു നിർത്തിയതും അവൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. അവളൊന്ന് ഞെട്ടിതിരിച്ചു അവനെ നോക്കി. കാശി, എന്തേ കാണിച്ചേ? അമ്മ. എല്ലാവരും ഞെട്ടിക്കൊണ്ട് എണീറ്റു അവൻ്റെ അടുത്തേക്ക് വന്നു. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അവൾ നിറമിയോടെ അവനെ നോക്കി. നീ എന്തിനാ നിന്റെ ദേഷ്യം അവളുടെ അടുത്തെടുക്കുന്നത്? കിഷോർ. പിന്നെ ഞാൻ എന്ത് വേണം? ഇവളെ ഇനി പ്രണയിച്ച് ഒലിപ്പിച്ച് നടന്നു വേണോ കെട്ടാൻ? അതിന് ഈ കാശി വേർജനിക്കണം. കാശി, ഈ കാശി തന്നെയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് അങ്ങനെ പ്രണയിച്ച് നടന്നത്. അഭിനയമാണെങ്കിലും അല്ലെങ്കിലും ശരി, അതിന് വേറെ കാശിയൊന്നും ജനിക്കേണ്ടി വന്നില്ല. അതും പറഞ്ഞു അവളുടെ നേരെ പോകാൻ നിന്നതും ശരൺ അവനെ തടഞ്ഞു. പെണ്ണുങ്ങളുടെ നേരെ കൈ ഉയർത്തിയല്ല നിന്റെ ദേഷ്യം തീർക്കേണ്ടത്. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നിനക്ക് പൊള്ളുന്നുണ്ട്. അപ്പൊ ഞാനോ? നീ നിന്റെ കാര്യം മാത്രം നോക്കിയപ്പോൾ എന്നെ കണ്ടോ? ഇല്ലല്ലോ. നിനക്ക് നിന്റെ കാര്യങ്ങൾ മാത്രമാണ് വലുത്. ശ്രീ അപ്പോൾ ദേഷ്യം കൊണ്ട് വിറക്കുമായിരുന്നു. നിനക്ക് നല്ല രീതിയിൽ നിൽക്കുന്നതാണ് ശ്രീവിദ്യ നല്ലത്. നിന്നെ എന്നല്ല ആരെയും ഞാൻ ഭയക്കുന്നില്ല കാശിനാഥ. ഒരു അലർച്ച പോലെ അവളത് പറയുമ്പോൾ എല്ലാവരും ഒരു തരം ഞെട്ടലോടെ അവളെ നോക്കി. എല്ലാവരും ഭയന്നത് കൊണ്ടാണ് ശ്രീ ഒന്നുമല്ലാതെ ഇവിടെ നിന്റെയൊക്കെ മുമ്പിൽ നിൽക്കേണ്ടി വന്നത്. ഇവിടെ വന്നപ്പോൾ ഇല്ലാത്ത ധൈര്യം ഇന്ന് എനിക്ക് ഒന്ന് ഞാൻ തീരുമാനിച്ചതാ. ഒന്നെങ്കിൽ ആരെങ്കിലും ഭയക്കാതെ ജീവിക്കുക, ഇല്ലെങ്കിൽ മരിക്കുക. അതിനെയും ഞാൻ ഭയക്കുന്നില്ല. ശ്രീ, നിന്റെ എടുത്താൽ പൊങ്ങാത്ത ഡയലോഗ് എനിക്ക് ആവശ്യമില്ല. അത്ര ഭയം ഇല്ലാത്തവൾ എന്തേ ഇവിടേക്ക് വന്നു? എവിടേക്കെന്ന് വെച്ചാൽ പോകാമായിരുന്നല്ലോ. അങ്ങനെ പോകാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ എന്നെ വേദനിപ്പിച്ചതിന് ഞാനും പകരം തരേണ്ടേ എന്തെങ്കിലുമെല്ലാം. ശ്രീ, അവളുടെ ഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, നാളെ നിന്റെ എന്റെ കഴുത്തിൽ വീണാൽ എന്റെ ശാപമാകും എല്ലാവരും കാണുക. ശ്രീ, അവൾ അതും പറഞ്ഞു ദേഷ്യത്തിൽ അവിടെ നിന്നും പോയതും അവൻ ദേഷ്യത്തിൽ ചവിട്ടി തെറിപ്പിച്ചു. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അവളും ആ വിജയന്റെ മോൾ തന്നെയാണ്. അതിന്റെ എന്തെങ്കിലും ഒരു അംശം അവളിലും ഇല്ലാതിരിക്കില്ലല്ലോ. കേട്ടില്ലേ പറഞ്ഞ വാക്കുകളെല്ലാം? അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ നിന്റെ കാര്യം മാത്രമല്ലേ നോക്കിയേ? അവളുടെ ഭാഗം നോക്കിയോ? ഇല്ലല്ലോ. ശരി. ഓ, അപ്പൊ നീയും അവൾക്ക് വേണ്ടി വാദിക്കുന്നു അല്ലേ? കാശി, നീ നിന്റെ ഈഗോ ആദ്യം മാറ്റ്, അപ്പോൾ മനസ്സിലാവും എല്ലാം. ശരി, നീ ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കാശി. എന്താ പറ്റിയ നിനക്ക്? അമ്മാവൻ അത് കേട്ടതും ഒന്നും മിണ്ടാതെ അവൻ മുകളിലേക്ക് പോയി. ഇതൊക്കെ എന്നാ ഒന്ന് അവസാനിക്ക? ഇവിടെ എന്നും ഓരോ പ്രശ്നമാവുമല്ലോ. അമ്മാവൻ ശരണയിൽ എന്നാലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അങ്ങനെ അവളെ നീ കേട്ട ഞാൻ സമ്മതിക്കില്ല കാശി. ശരണ്യ ആത്മാ. മറ്റുള്ളവർ എല്ലാം അസ്വസ്ഥതയോടെ ഇരുന്നു. ശ്രീ ദേഷ്യത്തിൽ മുറിയിലേക്ക് വന്നു. വാതിൽ ചാരി അതിന്മേൽ കണ്ണുകൾ അടച്ചു ചാരി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അത് ഒഴുകി തുടങ്ങിയിരുന്നു. എന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ കാർത്തിക്കിൽ നിന്നും രക്ഷിക്കാം എന്ന പേരിൽ എന്നെ താലി കെട്ടാൻ ഒരുങ്ങുന്നു പോലും. ഞാൻ ശരിക്കും ഒരു കളിപ്പാവയാണോ? ഛേ, അവൾ സങ്കടത്തോടെ പറഞ്ഞു നിർത്തി. ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസവും ഞാൻ ഇവിടെ വെറുത്തു പോകുവാണല്ലോ ദേവി. എന്തിനു വേണ്ടിയാ ഇങ്ങനെ ഒരാളെ കാണാൻ ഇടയാക്കിയത്? അതും ആലോചിച്ചുകൊണ്ട് അവൾ നിലത്തേക്കിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നുവെന്ന് അവൾക്കും അറിയില്ല. എപ്പോഴോ അമ്മയെ ഓർമ്മയിൽ വന്നതും അവൾ പെട്ടെന്ന് ചാടി എണീറ്റു. അവൾ അവിടെ നിന്നും ചുറ്റും അവളുടെ ഫോൺ നോക്കി. എൻ്റെ ഫോൺ അന്ന് എനിക്ക് ശരണ്യ കൊണ്ടുവന്ന് തന്നിരുന്നല്ലോ. പിന്നീട് ഞാൻ എടുത്തിട്ടില്ലെങ്കിലും ഞാൻ എവിടെയാണ് അത് കൊണ്ടുപോയി വെച്ചത്? അതും ആലോചിച്ചു അവൾ ഷെൽഫിൽ നോക്കുമ്പോൾ അവിടെ ഫോൺ ഉണ്ടായിരുന്നു. അവൾ അത് എടുക്കുമ്പോൾ ഒരു നമ്പറിൽ നിന്നും ഒത്തിരി മിസ് കാൾ വന്ന് കിടപ്പുണ്ട്. ആ നമ്പർ അവൾ ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കി. ഇത് കാശിയുടെ നമ്പറല്ലേ? ഇവന്റെ നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്തതല്ലേ? ഇവിടെയുള്ള അവനെന്തിനാ എനിക്ക് വിളിക്കുന്നേ? അവൾ അതും ആലോചിച്ചു. ഫോണിലേക്ക് നോക്കുമ്പോൾ അതേ നമ്പറിൽ നിന്നും വീണ്ടും കാൾ വന്നു. ഇവനെന്തിനാ എനിക്ക് വിളിക്കുന്നത്? ശ്രീ, അവൾ ഞെറ്റിയും ചുളിച്ചു നോക്കി.
ആ കാൾ കട്ടാക്കി വീണ്ടും അവളിലേക്ക് അതേ നമ്പറിൽ നിന്ന് തന്നെ കാൾ വന്നു. നേരിട്ട് കണ്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ഇവനിപ്പോ എനിക്ക് വിളിക്കുന്നു. അതും ആലോചിച്ചു അവൾ ഫോൺ എടുത്തു ചെവിയിൽ വെച്ചു. ഹലോ ശ്രീ, അവൾ ഗൗരവത്തിൽ പറഞ്ഞതും ഹലോ. ആ ശബ്ദത്തിൽ സങ്കടം കലർന്നിരുന്നു. എവിടെയാ ശ്രീകുട്ടി നീ? എത്രയായി ഞാൻ നിനക്ക് വിളിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ആകെ പേടിച്ചു പോയി. അറിഞ്ഞു കാണുമോ ഓർത്തു. അന്ന് ആ സുശീല ഫോൺ വാങ്ങിയ ശബ്ദം മാത്രമാണ് അവസാനമായി കേട്ടത്. എന്നിട്ട് ഞാൻ ഭയപ്പെട്ടു എന്നറിയോ. പിന്നീട് നീയാണെങ്കിൽ വിളിച്ചാൽ ഫോണും എടുക്കുന്നില്ല. എത്ര ദിവസമായി നിന്റെ ശബ്ദമൊന്ന് കേൾക്കാതെ ഞാൻ ബുദ്ധിമുട്ടുന്നു എന്നറിയോ. ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു നിർത്തിയതും ശ്രീ ഞെട്ടിധരിച്ചു നിൽപ്പാണ്. ആ ശബ്ദം, ആ വാക്കുകൾ എല്ലാം കേട്ട് അവൾ അന്തിച്ചു പോയി. ശ്രീ, എന്താടാ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? വീണ്ടും അവന്റെ ചോദ്യം ഉയർന്നതും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ അവൾ അന്തിച്ചു നിൽക്കുകയാണ്. ശ്രീകുട്ടി, കാശി? അവൾ ഒരു ഞെട്ടലോടെ പറഞ്ഞതും ആ പറ ശ്രീ, എന്താടാ, എന്ത് പറ്റി? എവിടെയാ നീ? വീട്ടിലാണല്ലേ? ആ കാർത്തിക് തിരിച്ചു വന്നോ? കാശി ആദ്യയോടെ ചോദിക്കുന്ന അവന്റെ ചോദ്യം കേട്ട് കാശിയോ? അപ്പോ ഇവിടെയുള്ളതോ? അതും കാശിയോ? എന്താ ഇവിടെ നടക്കുന്നേ? ശ്രീ അതും ആലോചിച്ചു ഞെട്ടലോടെ നിന്നു. എന്നെ ആരെയും പറ്റിക്കുവാൻ. പക്ഷേ ആ ശബ്ദം എന്റെ ശ്രീയേട്ടനല്ലേ എന്നെ ശ്രീകുട്ടി എന്ന് വിളിക്കാറുള്ളത്. എന്താ സംഭവിക്കുന്നത്? ഇത് സ്വപ്നമാണോ? അവൾ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഫോണിലൂടെ കാശി അവളെ വിളിക്കുന്നുണ്ടായിരുന്നു. ശ്രീ! അവന്റെ ശബ്ദം അല്പം കൂടിയതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് ശ്രീ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രീ, എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് ഒന്നും. അവൾ ഒന്നും പറയാനാവാതെ അവൾ വെക്കി. ശ്രീ, എന്താ നിനക്ക് പറ്റിയത്? വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, ഇപ്പോ എടുത്തിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. ആ കാർത്തിക നിന്നെ ഉപദ്രവിച്ചോ? ദേഷ്യത്തിലുള്ള അവന്റെ ചോദ്യം കേട്ട് അവൾക്ക് എന്ത് പറയണമെന്നില്ലാതെ അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. കഥ തുടരും.